നമസ്കാരം. തൊടുപുഴയിലാണ്, ജിമ്മിച്ചൻ്റെ തോട്ടത്തിലാണ്. കർഷകശ്രീ വായനക്കാർ ജിമ്മിച്ചനെ ഓർക്കുന്നുണ്ടാവും. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലായി പഴവർഗ്ഗ കൃഷി ചെയ്യുന്ന ഒരാളാണ്. വർഷങ്ങളോളം ആഫ്രിക്കയിൽ അവക്കാഡോ കൃഷി ചെയ്ത് പരിചയമുള്ള ആളാണ് ജിമ്മിച്ചൻ. ഇപ്പോൾ കേരളത്തിലും ഈ കൃഷി എങ്ങനെ പ്രൊഫഷണലായി നടത്താമെന്നുള്ളതിന് അദ്ദേഹം പല മാതൃകകൾ നമുക്ക് കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പല മാതൃകകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് അവക്കാഡോയുടെ രാജ്യാന്തര നിലവാരമുള്ള ഒരു 4 വെറൈറ്റീസ് അദ്ദേഹം പരിചയപ്പെടുത്തും. മാത്രമല്ല അതിനോടൊപ്പം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോ ക്ലോൺ ടെക്നോളജി, അതായത് മൈക്രോ ക്ലോൺ തൈകൾ, അവക്കാഡോയുടെ മൈക്രോ ക്ലോൺ തൈകളാണ് അദ്ദേഹം ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ ക്ലോൺ ടെക്നോളജിയിലൂടെയുള്ള തൈകളുടെ സവിശേഷത എന്താണ്? നമ്മൾ സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിൽ ഡബിൾ ഗ്രാഫ്റ്റിംഗ് ആണ്. അതൊക്കെ അദ്ദേഹം പറയും, വളരെ വിശദമായി അതേക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഈ മൈക്രോ ക്ലോൺ ടെക്നോളജിയും അതോടൊപ്പം ഈ 4 ഇനം അവക്കാഡോകളുടെ സവിശേഷതകളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മൈക്രോ ക്ലോൺ ചെയ്ത അവക്കാഡോ തൈകൾ അൺബോക്സ് ചെയ്യുകയാണ്. ഇതാണ് മൈക്രോ ക്ലോൺ ചെയ്തിരിക്കുന്ന അവക്കാഡോ തൈകൾ. മൈക്രോ ക്ലോണിങ് ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഒരു കവറിനകത്ത് കുരു ഇട്ട് മുളപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റൂട്ട് സ്റ്റോക്കായ ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഈ പാർട്ടിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതൊരു ഇരുട്ട് മുറിയിലേക്ക് വിടുന്നു. ഇരുട്ട് മുറിയിലേക്ക് വന്നുമ്പോൾ ഈ സ്റ്റമ്പ് നല്ലപോലെ വളർന്ന് ഇത്രയും വളർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സയൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ സയൻ. ഇത് ഏത് ഐറ്റമാണോ, ഇത് ഹാസ് ആണെങ്കിൽ ഹാസ്, ഫ്യൂററ്റ് ആണെങ്കിൽ ഫ്യൂററ്റ്, പിങ്കട്ട് ആണെങ്കിൽ പിങ്കട്ടൺ, മല്ലുമഹാസ് ആണെങ്കിൽ മല്ലുമഹാസ്. അതിനൊപ്പം തന്നെ ഇവിടെ ഈ പോട്ടിംഗ് മിശ്രം വെച്ച് ഇവിടെ വേര് പിടിപ്പിക്കുന്നു ഈ റൂട്ട് സ്റ്റോക്കിൽ. എന്നിട്ട് ആ കുരുവിൻ്റെ ഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് മൈക്രോക്ലോൺ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മൈക്രോക്ലോൺ തൈകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും ഇന്ന് ക്വാളിറ്റിയുള്ള അവക്കാഡോ തൈകളാണ് മൈക്രോക്ലോൺ ചെയ്ത് എടുത്തിരിക്കുന്ന തൈകൾ. അപ്പോൾ ഇതാണ് നമ്മൾ കേസിൽ നിന്ന് എടുത്ത തൈ. നല്ലപോലെ ഇതിൻ്റെ വേരുകൾ ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കവർ ചേഞ്ച് ചെയ്ത് അതിനെ പോർട്ട് ചെയ്ത് ക്വാറന്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താണ് മൈക്രോക്ലോൺ അവക്കാഡോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, മൈക്രോക്ലോൺ ചെയ്ത് എടുക്കുന്ന അവക്കാഡോ ഇതിപ്പോൾ റൂട്ട് സ്റ്റോക്ക് ബൗണ്ടി ആണെങ്കിൽ ബൗണ്ടി, ഡൂസ്, അങ്ങനെ നമ്മളുടെ വാട്ടർ റെസിസ്റ്റ് റൂട്ട് സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. കോസ്റ്റൽ ഏരിയയ്ക്ക് സലൈനിറ്റി റൂട്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക് ഉപയോഗിച്ച് ഈ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫൈറ്റോത്തോറ രോഗങ്ങളെ നല്ലപോലെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ റൂട്ട് സ്റ്റോക്കിനുണ്ട്. പിന്നെ അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരേ സമയത്ത് പിന്നെ ഫ്ലവർ ചെയ്യുന്നു, ക്വാളിറ്റി ഫ്രൂട്ട്സ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മൂന്നാമതായിട്ട് നമുക്കിതിൻ്റെ ഈൽഡ് ഒരു 10-20% ഈൽഡ് കൂടുതൽ കിട്ടും. ആഫ്രിക്കയിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദ്യം നേരത്തെ സീഡ്ലിങ്സ് കുരുവിട്ട് മുളപ്പിച്ച തൈകളായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാം മൈക്രോക്ലോണിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. മൈക്രോക്ലോൺ തൈകൾ മാത്രമേ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് തന്നെ നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മൈക്രോക്ലോൺ ചെയ്ത തൈകൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് മൈക്രോക്ലോൺ ചെയ്ത തൈകൾ നമ്മൾ ആഫ്രിക്കയിൽ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ സാധാ റൂട്ട് സ്റ്റോക്കിലായിരുന്നു ഈ കൃഷി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു വർഷം ഹെവി റെയിൻഫാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ചെടികൾ നശിച്ചു പോകാനിടയായി. അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അപ്പോൾ അമേരിക്കൻ കമ്പനികൾ അവിടെ വന്ന് മൈക്രോക്ലോൺ ചെയ്ത ചെടികൾ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ നമ്മളും അവിടെ നിന്നാണ് ഈ മൈക്രോക്ലോൺ ടെക്നോളജി എന്താണെന്നും മൈക്രോക്ലോൺ ചെടികളെക്കുറിച്ചും കൂടുതൽ പഠിക്കുന്നത്. ഇപ്പോൾ കർഷകർക്ക് മൈക്രോക്ലോൺ ചെയ്ത ചെടികൾ വെക്കുന്നതിൻ്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ, ഈ ഓരോ ക്ലൈമറ്റിനും ഓരോ സോയിലിനും ഓരോരോ റൂട്ട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ ഇസ്രായേലാണ് ചെയ്യുന്നത് സലൈനിറ്റി റെസിസ്റ്റ് റൂട്ട് സ്റ്റോക്കുകൾ. ഇപ്പോൾ നമ്മുടെ ഉപ്പുരസം കൂടുതലെടുത്ത് വേറെ റൂട്ട് സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്കിവിടെ പറ്റിയത് ബൗണ്ടി അല്ലെങ്കിൽ ഡ്യൂസ. ഈ 2 റൂട്ട് സ്റ്റോക്കുകളാണ് നമ്മുടെ ഹെവി റെയിൻഫാളിന് പറ്റിയ റൂട്ട് സ്റ്റോക്കുകൾ. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കുകളാണ് നമ്മൾ തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ 2-3 വെറൈറ്റി തൈകൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കർഷകർക്ക് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ എത്തിച്ചു കൊടുക്കുക എന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്ലാന്റ് ചെയ്യാനും ആവശ്യമുള്ള കർഷകർ ബന്ധപ്പെടുകയാണെങ്കിൽ തൈകൾ നമ്മൾ ഇനിയും ഇമ്പോർട്ട് ഉടനെ അടുത്ത ബാച്ചും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 months ക്വാറന്റൈൻ ആണ് ഇതിനുള്ള. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തൈകൾ പുറത്തേക്ക് ഇറക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മൈക്രോക്ലോൺ ചെയ്ത ചെടികൾ വയനാട്ടിൽ ഓൾറെഡി പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇടുക്കിയിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കൊടൈക്കനാലിലൊക്കെ ഒത്തിരി പ്ലാന്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കർഷകർക്ക് ഇതിന് വേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ യൂട്യൂബ് കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ ആരും
എന്താണ് അവക്കാഡോ കൃഷിയിലേക്ക് തിരിക്കരുത്. ശരിക്കും ഫീൽഡ് വന്ന് വിസിറ്റ് ചെയ്ത് എങ്ങനെയാണ് പ്ലാന്റിങ്, എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പരിചരണം എല്ലാം വന്ന് വിസിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം അവക്കാഡോ കൃഷിയിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ മൈക്രോകോൺ ചെയ്ത ചെടികൾ വയനാട്ടിലിപ്പോൾ കായ്ച്ചു നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഉണ്ട്. അവിടെ നമ്മൾ പോയി ഓരോ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ വരുത്തേണ്ടത്, എല്ലാ അഡ്വൈസും നമ്മൾ കൊടുക്കുന്നതാണ് കർഷകർക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ക്വാറന്റൈൻ ഹൗസാണ്. ക്വാറന്റൈൻ ഹൗസ് നമുക്ക് പോസ്റ്റ് എൻട്രി ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈസൻസോട് കൂടിയാണ് നമുക്ക് ഇന്ത്യയിലേക്ക് തൈകൾ ഇറക്കാൻ പറ്റുള്ളൂ. ലൈസൻസിങ് പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളുടെ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ തൈകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും തൈകൾ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. വളരെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇന്ത്യയിലേക്ക് അവക്കാഡോ തൈകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അവക്കാഡോ നമ്മൾ മൈക്രോക്ലോൺ ചെയ്ത തൈകൾ എന്തിനാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്യൂരിറ്റി. ഇത് എപ്പോഴും ക്രോസ് പോളിനേറ്റിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു കുരു മേടിച്ച് ഇവിടെ ഇട്ട് മുളപ്പിച്ച്, ഇപ്പോൾ ഹാസിൻ്റെ ഒരു കുരു മേടിച്ചിട്ട് മുളപ്പിച്ചു, അത് കായ്ച്ചു. പക്ഷേ അതിൽ ആ ഹാസിൻ്റെ യഥാർത്ഥ സവിശേഷതകൾ, യഥാർത്ഥ ഓയിൽ കണ്ടന്റ് അതിനകത്ത് ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് ആഫ്രിക്കയിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് ഇതിൻ്റെ പ്യൂരിറ്റി 100% പ്യൂരിറ്റി നിലനിർത്തുന്ന തൈകൾ നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ നമ്മൾ ചൂടുള്ള ക്ലൈമറ്റിൽ വളരുന്ന 2 വെറൈറ്റികളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് മല്ലുമഗാസ്, ഇത് മൈക്രോക്ലോൺ ചെയ്ത ചെടിയാണ്. ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബൗണ്ടി റൂട്ട് സ്റ്റോക്കിൽ മല്ലുമഗാസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നട്ടിട്ട് നമുക്കൊരു 6 മാസമായുള്ളൂ. നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 22-23 സെൽഷ്യസ് ഉണ്ടെങ്കിൽ ഇവൻ ഇവിടെ ഫ്ലവർ ചെയ്യുകയും ഫ്രൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ വർഷം ഇത് ഫ്ലവർ ചെയ്തായിരുന്നു. ചെറിയ ചെടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലവർ നിർത്തിയില്ല. ഇപ്പോൾ ഇതെല്ലാം ബൗണ്ടിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ ബൗണ്ടിയുടെ ഒരു ബൗണ്ടി റൂട്ട് സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ റെസിസ്റ്റ് ആണ്. നമ്മളുടെ ഈ ക്ലൈമറ്റിൽ ഇവിടെ ഹെവി റെയിൻഫാൾ ഉള്ളപ്പോൾ നമുക്ക് ഈ ബൗണ്ടി ഒരു നല്ല റൂട്ട് സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബൗണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മല്ലുമഹാസ് എന്ന് പറയുന്ന വെറൈറ്റി നമുക്ക് ഹെവി റെയിൻഫാൾ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ചൂടുള്ള കാലാവസ്ഥയിലും ഇതിനൊരു 22 സെൽഷ്യസ് വന്നാൽ ഇത് ഫ്ലവർ ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോർത്തിലൊക്കെ നല്ല രീതിയിൽ, മധ്യപ്രദേശ് മഹാരാഷ്ട്രയിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനൊരു 35-36 ചൂട് വന്നാലും ഇതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവക്കാഡോ കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ റേസ് ബെഡ് എടുക്കുക. ഒരു 3 അടിയെങ്കിലും മൗണ്ട് ചെയ്ത് നല്ല രീതിയിൽ റേസ് ബെഡ് എടുത്ത് ഇതിന് അടിവളമായിട്ട് ഏറ്റവും നല്ലത് കമ്പോസ്റ്റ്. അത് വലിയ ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കണ്ട, ചെറിയ ക്വാണ്ടിറ്റി കമ്പോസ്റ്റ് കൊടുക്കുക. പിന്നെ എല്ലാ മൈക്രോന്യൂട്രിയൻറ്റുകളും ഇതിനാവശ്യമുണ്ട്. സിങ്കായാണ് എല്ലാ മൈക്രോന്യൂട്രിയൻ്റ് ആവശ്യമുണ്ട്. ഫോളിയാറും കൊടുക്കുക. ഫോളിയാർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫോളിയാർ ഇതിൻ്റെ ഇലയ്ക്കൊരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോളിയാറിൻ്റെ ഇടവേളകൾ അടുപ്പിച്ച് കൊടുത്താൽ മതി. മൈക്രോന്യൂട്രിയൻറ്റുകളെല്ലാം ഈ അവക്കാഡോയ്ക്ക് ആവശ്യമാണ്. തുടക്കത്തിലെ മുതൽ മൈക്രോന്യൂട്രിയൻറ്റ് അവക്കാഡോയ്ക്ക് കൊടുക്കണം. ചെറിയ ചെടി ആയിരിക്കുമ്പോൾ മൈക്രോന്യൂട്രിയൻറ്റ് കൊടുക്കണം. ചുവട്ടിൽ നമ്മൾ ചെറിയ ചെടികൾക്ക് ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 പ്രാവശ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെടികൾക്ക് അത് അതിൻ്റെ ചെടിയെ വാച്ച് ചെയ്യുക. അവനൊരു ചെറിയ മൈക്രോന്യൂട്രിയൻ്റ് കുറവുണ്ടെങ്കിൽ അവൻ്റെ ഇലയിൽ അത് കാണിക്കും, ഇലയിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് നനയ്ക്കുന്ന കാര്യം, ഇതിന് സഫിഷ്യൻ്റായിട്ട് വെള്ളം കൊടുക്കണം. വേനൽക്ക് ഇത് മസ്റ്റായിട്ട് നനയ്ക്കണം, എങ്കിലേ ഫ്രൂട്ട് നല്ല ക്വാളിറ്റിയിൽ സെറ്റ് ആവുള്ളൂ. നമ്മളിപ്പോൾ ചെടി വെച്ചപ്പോൾ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. നല്ല പോലെ നനയ്ക്കാനുള്ള സൗകര്യം വേണം അതിന്, എങ്കിലേ നല്ല രീതിയിൽ ഇത് ഫ്രൂട്ട് ചെയ്ത് കിട്ടുള്ളൂ. വേനൽ ആദ്യത്തെ വർഷം നമ്മൾ ഇല പൊള്ളാതെ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ വർഷം മാത്രം കൊടുത്താൽ മതി. ഇപ്പം അടുത്ത വർഷം നമ്മൾ ഷെയ്ഡ് എടുത്ത് മാറ്റും. വേനൽക്ക് എപ്പോഴും നല്ലപോലെ നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ ചുവട്ടിൽ നല്ലപോലെ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, തണുപ്പ് നിൽക്കാനായിട്ട്. അപ്പോൾ ഇതിന് അവക്കാഡോയ്ക്ക് പ്രത്യേകിച്ച് വരുന്ന രോഗങ്ങൾ മെയിനായിട്ട് റൂട്ട് റോട്ടാണ് വരുന്നത്, ഫൈറ്റോത്തോറ. പിന്നെ വർഷത്തിലൊരു 4 പ്രാവശ്യം നമ്മൾ ഒരു കോപ്പർ ബേസ്ഡ് ഫംഗസൈഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഗ്രാഫ്റ്റിംഗ് പാർട്ടിൽ നമ്മൾ പേസ്റ്റായിട്ട് ഫംഗസൈഡ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകൾ എന്തെങ്കിലും നമ്മൾ ഇൻസെക്ടിസൈഡ് കൊടുത്താൽ മതി. ഇലകൾ തിന്നുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഇതിന് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ഈ വർഷം ഫ്ലവർ ചെയ്ത ചെടിയാണ്. ഇതിനെ നമ്മൾ അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ അടത്തി കളഞ്ഞു. അടുത്ത വർഷം ഇതൊരു ഒക്ടോബറിലാണ് ഇത് ഫ്ലവർ ചെയ്തത്. അപ്പോൾ നമുക്കൊരു മാർച്ച് ഏപ്രിലോട് കൂടി ഇത് ഫ്രൂട്ട് കിട്ടും. ഇപ്പോൾ ഈ മൈക്രോക്ലോൺ ചെയ്ത ചെടികൾ വയനാട്ടിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ ഓൾറെഡി കായ്ച്ചു നിൽപ്പുണ്ട്. അപ്പോൾ നല്ല ഈൽഡാണ്. അപ്പോൾ ഈ മല്ലുമാസിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 14 അടിക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര വികർസായിട്ട് വളരുന്ന ചെടിയല്ല. ബാക്കി ഹാസ്, പിങ്കട്ടണ് ഇതൊക്കെ നമുക്കൊരു 25 ഫീറ്റ് നമുക്ക് മിനിമം സ്പേസിങ് വേണം. ഇതിനത്രയും സ്പേസിങ് വേണ്ടാത്ത ഒരു ചെടിയാണ്. ഇത് പിങ്കട്ടൺ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് അമേരിക്കൻ വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഒരു
45 ഡിഗ്രി വരെ ചൂട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് ഗ്രീൻ നെറ്റ് ആദ്യം കൊടുത്തായിരുന്നു, ഇപ്പോൾ അത് എടുത്ത് മാറ്റി. ഈ അവക്കാഡോയിൽ ടൈപ്പ് എയും ടൈപ്പ് ബിയും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീമെയിൽ ഫ്ലവർ രാവിലെ വിടുകയും ടൈപ്പ് ബിയുടെ മെയിൽ ഫ്ലവർ വൈകുന്നേരം വെച്ച് കഴിഞ്ഞ് വിടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുമ്പം പലരും പറയുന്നു പൂ പിടിക്കുന്നില്ല. പൂ പിടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ടൈപ്പ് എയും ടൈപ്പ് ബിയും പ്ലാന്റ് ചെയ്യാത്തതുണ്ട്. അവക്കാഡോ എന്ന് പറയുന്ന ചെടി 100% ക്രോസ് പോളിനേറ്റ് ആഗ്രഹിക്കുന്നതും ക്രോസ് പോളിനേറ്റ് ആവശ്യമായ ഒരു ചെടിയാണ്. അപ്പോൾ ക്രോസ് പോളിനേഷന് വേണ്ടി നമ്മൾ ടൈപ്പ് എയും ടൈപ്പ് ബിയും പ്ലാന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഫ്യൂറേറ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊരു ടൈപ്പ് ബി വെറൈറ്റിയാണ്. ഇത് നമ്മളുടെ ക്ലൈമറ്റിൽ കായ്ക്കുന്നതല്ല, നമ്മുടെ ഹൈ റേഞ്ചിൽ, അതായത് തണുപ്പുള്ള ക്ലൈമറ്റിൽ നല്ലപോലെ ഫ്ലവർ ചെയ്യുക, ഫ്രൂട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഗ്രോത്ത് ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ വെച്ചെന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇത് അവക്കാഡോ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർഷം തന്നെ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ വരുന്ന സെൻറ്റർ ഷൂട്ടുകൾ നമ്മളിങ്ങനെ നുള്ളി കളഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ കുട പോലെ വളർത്തിയെടുക്കണം. കുട പോലെ വളർത്തിയെടുത്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ ഫ്രൂട്ട് ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൺബേൺ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൂട്ട് ഇതിന് അടിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അവക്കാഡോ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഇവൻ്റെ കനോപ്പി മാനേജ് ചെയ്യുക. ഇത് ഒരു ഹാസ് വെറൈറ്റിയാണ്. ഇത് മൈക്രോക്രോൺ ഡൂസ റൂട്ട് സ്റ്റോക്കിൽ മൈക്രോക്രോൺ ചെയ്തിരുന്ന ഹാസ് വെറൈറ്റിയാണ്. ഇതിനാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഫ്രൂട്ടിൽ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ്, 30% ഓയിൽ കണ്ടന്റാണ് ഹാസ് വെറൈറ്റികൾക്കുള്ളത്. അപ്പോൾ നമ്മൾ ഹാസ് വെറൈറ്റികൾ നമ്മുടെ കേരളത്തിൽ കായ്ക്കുന്ന വയനാട്, പിന്നെ പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി ഹൈ റേഞ്ച്, ഇടുക്കി ജില്ലയിൽ ഹൈ റേഞ്ച്, തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി, ഈ ഏരിയയിൽ ഇത് കായ്ക്കുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ട കറക്റ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 18 to 26 ആണ് പറയുന്നത്, 18 to 26. അപ്പോൾ ഹൈ റേഞ്ചിലുള്ളവർക്കും വയനാട്ടിലുള്ളവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് ഹാസ്. ഇതൊരു എ ടൈപ്പ് വെറൈറ്റിയാണ്. ഇതിന് മസ്റ്റായിട്ട് ഫ്യൂറേറ്റ എന്ന് പറയുന്ന ബി ടൈപ്പ് വെറൈറ്റി ഞങ്ങൾ ആഫ്രിക്കയിൽ വെച്ച് കൊടുക്കണം. അപ്പം ബി ടൈപ്പ് വെറൈറ്റി വെക്കുന്നതുകൊണ്ട് ഒരു 30% ഈൽഡ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഹാസ് വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ബി ടൈപ്പ് അതിന് മസ്റ്റാണ്. ബാക്കിയുള്ള വെറൈറ്റികൾ പോലെയല്ല, ഹാസിന് ഉറപ്പായിട്ടും ഒരു പോളിനേറ്റർ ആവശ്യമാണ്.